വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ച എന്ന കഥാപാത്രം, അതുപോലെ ചന്തു എന്ന കഥാപാത്രം. ഈ ചന്തു എന്ന കഥാപാത്രത്തിന് പുതിയൊരു വ്യാഖ്യാനം നൽകിയ ചിത്രമാണ് തീർച്ചയായിട്ടും വടക്കൻ വീരഗാഥ. ഒരു വടക്കൻ വീരഗാഥ MTയുടെ ഒരു ക്ലാസിക് രചനയാണ്. ഈ രചനയെ, ഈ ഒരു തിരക്കഥയെ അതിമനോഹര ചിത്രമാക്കി മാറ്റി, മലയാളത്തിലെ ക്ലാസിക്കായിട്ടൊരു ചിത്രമാക്കി മാറ്റിയ സംവിധായകനാണ് ഹരിഹരൻ. ഗാനരംഗങ്ങളിലൂടെ നമുക്കത് തെളിയിക്കാൻ സാധിക്കും. കഥ പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും തിരക്കഥാകൃത്തിന് അവിടെ ഒരു സ്ഥാനമുണ്ട്. പക്ഷേ ഒരു ഗാനരംഗം വരുമ്പോൾ ഇവിടെ ഒരു ഗാനരംഗമാകാം എന്നായിരിക്കും തിരക്കഥാകൃത്ത് അവിടെ എഴുതുന്നത്. പക്ഷേ ആ ഗാനരംഗം തന്നെ കഥ പറയുന്നൊരു രീതിയുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളുടെ വികാരം എന്തെന്ന് കൈമാറുന്നൊരു രീതിയുണ്ട്. അങ്ങനെ ചിത്രീകരിച്ചൊരു പാട്ടാണ് ചന്ദനലേപ സുഗന്ധം എന്ന ഔദ്യോഗികമായ തിരക്കുകളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിൽ നിന്ന് ഇനിയും എത്രയോ നല്ല പാട്ടുകൾ നമുക്ക് കിട്ടുമായിരുന്നു എന്ന് നമ്മളെപ്പോഴും വളരെ വിഷമത്തോടുകൂടി ഓർക്കുന്ന ഒരാളാണ് കെ ജയകുമാർ സാർ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം, സിനിമയിൽ വന്ന പാട്ടുകളും ലളിതഗാനങ്ങളും എല്ലാം തന്നെയും കാവ്യ ഗുണം നിറഞ്ഞതും അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കാവുന്ന പാട്ടുകളാണ്. അപ്പോൾ ചന്ദനലേപ സുഗന്ധം എന്ന് പറഞ്ഞ പാട്ട് വടക്കൻ വീരഗാഥ എന്ന സിനിമ കണ്ടവരാരും മറക്കില്ല. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മറക്കില്ല. ഒരു വടക്കൻ വീരഗാഥ, അതിലെ ഇന്ദുലേഖ കൺ തുറന്നു എന്ന മനോഹരമായ ഗാനം, രവി ബോംബെ സാറിൻ്റെ സംഗീത സംവിധാനം. ഇതിലൊക്കെ ഉപരി ഹരിഹരൻ എന്ന പ്രതിഭാധനായ സംവിധായകൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ഗാനമാണിത്. ഗാനം ആരംഭിക്കുന്നത് ചന്തു അക്ഷമയോടെ ഉണ്ണിയാർച്ചയുടെ അടുത്തെത്താനുള്ള യാത്ര തുടങ്ങുന്ന ഒരു സീക്വൻസിലൂടെയാണ്. പിന്നീട് ഉടനീളം ആ യാത്രയും ഫൈനലി ബീജീസിലൊക്കെ കുതിരപ്പുറത്ത് കയറിപ്പോകുന്നൊരു വില്ലാളി വീരനെയും ഇല്ലെങ്കിൽ അടുത്ത ബീജിയിൽ പുഴ നീന്തി കടന്ന് ഉണ്ണിയാർച്ചയുടെ അടുത്തെത്തുന്ന ചന്തുവിനെയുമാണ് നമുക്ക് കാണാൻ കഴിയുക. ലക്ഷണമൊത്ത വരികളും ലക്ഷണമൊത്ത പദങ്ങളും ലക്ഷണമൊത്ത സംഗീതവും ഭാവതലങ്ങളിൽ മറ്റൊരു നിലവാരത്തിലേക്ക്, ഉയർന്ന നിലവാരത്തിലേക്ക് പോകുന്ന ആലാപനവും. ഈ
കൺ തുറന്നു ഇന്നുരാവും ശാന്തമായി. കുറേയധികം രംഗങ്ങളില്ലാതെ, ഡയലോഗുകളില്ലാതെ തന്നെ കഥയുടെ ആ ഗതി അനുസരിച്ച് ഒരു പാട്ട് ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് കഥാഗതിക്ക് കുറച്ച് സുഖമായി തീരുകയും അതുപോലെ വളരെ പവർഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു ടെക്നിക്കാണ് ശരിക്കും ഹരിഹരൻ ഈ ഗാനത്തിലൂടെ, ഈ ഗാനരംഗത്തിലൂടെ സാധിച്ചെടുത്തിരിക്കുന്നത്. സർഗത്തിലെ സംഗീതമേ അമരസല്ലാപമേ എന്നുള്ളത് പശ്ചാത്തലം ഗുരുവായൂരിൽ വെച്ചിട്ട് നടക്കുന്ന ചെമ്പൈ മഹോത്സവമാണ്. അവിടെ ഈ നായകൻ പാടുന്നു. സംഗീതത്തെ സ്തുതിച്ചുകൊണ്ടിട്ടുള്ള ഒരു പാട്ടാണിത്. സർഗം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് എനിക്ക് തോന്നുന്നു 6-7 മാസം മുമ്പ് ആർട്ടിസ്റ്റിനെ ഫൈനലൈസ് ചെയ്തു. എന്നെയൊക്കെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് 3-4 മാസം കഴിഞ്ഞിട്ടാണ് ചിത്രീകരണം തുടങ്ങുന്നത്. അപ്പോൾ എല്ലാത്തിനും മുമ്പേ ആദ്യം എനിക്ക് കിട്ടിയത് അതിൻ്റെ മ്യൂസിക് കാസറ്റായിരുന്നു. മ്യൂസിക് കാസറ്റ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റ് സോങ്സ് ബൈ ഹാർട്ട് ആയിരിക്കണം, ഇൻക്ലൂഡിങ് ദ സ്വരംസ്. സോ ആ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു ഹോംവർക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ചിത്രീകരണ സമയത്ത് അത്രയും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് ഇന്നതാണ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക് കൊടുത്ത് അത് പഠിച്ച്, അതും വളരെ ശാസ്ത്രീയമായ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയ ഗാനങ്ങൾ അത്ര പെട്ടെന്നൊരു സംഗീത വിദ്യാർത്ഥി അല്ലാത്ത ഒരാൾക്ക് പഠിക്കാൻ പ്രയാസമായിരിക്കും. സോ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമരസല്ലാപമേ. എൻ്റെ അടുത്ത് ഒരിക്കൽ ഹരിഹരൻ സാറിനോട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഇതിൽ ബോംബെ രവി സാർ എന്നതിനോടൊപ്പം തന്നെ ഒരു കർണാടക സംഗീതജ്ഞൻ്റെ ഒരു സഹായം കൂടി എനിക്ക് ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് ഞാൻ മറ്റാരെയും തേടിയില്ല, ദാസേട്ടനെ തന്നെയാണ് സമീപിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ദാസാറും ബോംബെ രവി സാറും കൂടെ ചേർന്നിരുന്നാണ് പലപ്പോഴും പാട്ടുകൾ കമ്പോസ് ചെയ്തതിന് ശേഷം ഗായകരുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്ന കാലത്ത് ഈ സിനിമയ്ക്ക് വേണ്ടി ദാസാർ ഒരുപാട് സമയം മെനക്കെടുകയും ഈ പാട്ടുകൾ നന്നായി വരാൻ വേണ്ടി അദ്ദേഹം ബോംബെ രവി സാറിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പല പല സജഷൻസും അദ്ദേഹത്തിൻ്റെ പല പരുവപ്പെടുത്തലുകളും ഒക്കെ കൂടെ ചേർന്നാണ് നമ്മൾ ഈ കേൾക്കുന്ന പാട്ടുകളൊക്കെ സർഗത്തിൽ വന്നത്. സംഗീതമേ അമരസല്ലാപമേ എന്നുള്ള ഏറ്റവും പോപ്പുലറായ പാട്ട്, അത് സാരമതിയും നടഭൈരവിയും ചേർന്ന് ഒരു മിക്സായിട്ട് പാട്ടും, അതിൽ സ്വരങ്ങളൊക്കെയും നടഭൈരവിയിലാണ് വരുന്നതെങ്കിലും അത് ഒരുപാട് കച്ചേരികൾ പാടി പരിചയമുള്ള ദാസാറിനെ സംബന്ധിച്ച് അതിലെ സ്വരങ്ങളൊന്നും പാടുന്നത് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ, ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ, രചനാ ചതുരൻ ചതുർമുഖനുണർന്നു ചതുരൻ ചതുർമുഖനുണർന്നു, സർഗം തുടർന്നു, കലയിലൊരു സ്വർഗം വിടർന്നു, മധുരമധു സുമനളിനദള കഥനഹര മൃദുലധര ഹൃദയ സദനലതികയണിഞ്ഞ സംഗീതമേ അമരസല്ലാ